ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എണീറ്റ ഉടനെ തന്നെയുള്ള കോലാണ്. സമയം 5 മണിയാണ്. ക്ലോക്കിൽ ഞാൻ കാണിച്ചു തരാം. 5 മണിയാണ് കേട്ടോ ഇപ്പോൾ സമയം. എന്തിനാണ് ഇത്ര നേരത്തെ എണീറ്റതെന്നല്ലേ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഹോസ്പിറ്റൽ ഡേ ആണ്. അതായത് ഇന്ന് എൻ്റെ 5ാം മാസത്തെ അനോമലി സ്കാനും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഷുഗർ ടെസ്റ്റും ഇത് രണ്ടും നടത്താൻ പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ച നൈറ്റിയാണ് കേട്ടോ. ഇതൊരു കോംബോ ആയിരുന്നു. ഇതേ മോഡൽ തന്നെ മറ്റൊരു കളറുമായിട്ട് നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് റെഡിയാക്കി ഇനി ഫ്രഷ് ആവണം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അപ്പം ബൈ. സ്കാനിങ് വെള്ളം കുടിച്ചിട്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഡ്രസ്സ് ചേഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. സമയം ഒരു 6 മണി ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ പോവുകയാണ്. കാരണം ഷുഗർ ടെസ്റ്റും അതുപോലെ തന്നെ സ്കാനിങ്ങും ഒരു ദിവസമാണ് ഫിക്സ് ചെയ്ത്. ഞങ്ങൾ ടാക്സി വിളിച്ചതാണ് കേട്ടോ. വീടിൻ്റെ കുറച്ച് മുന്നോട്ടായിട്ടാണ് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ വഴിയിൽ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ പോകുമ്പം ഈ സമയത്ത് ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് മുന്നോട്ട് നിർത്തിയിടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കാർ അവിടെ വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ നടന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ഇല്ല കേട്ടോ നടക്കാനാണ് വീട്ടിൽ നിന്ന്. ഈ ടൈപ്പ് കല്ലുകളാണ്. ഇതിലൂടെ തന്നെ കാറുകൾ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ടൈമിലായതുകൊണ്ട് ഇതിലെ വരണ്ടാന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റ് ഇല്ല കേട്ടോ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം റോഡിലെത്തി. കാറിതാ വെയിറ്റിങ്ങിലായിരുന്നു. ഞങ്ങൾ കാറിലൊക്കെ കയറി സെറ്റായി. എൻ്റെ 3 മാസം വരെ ഞാനൊരു ഫെർട്ടിലിറ്റി സ്പെഷ്യലായിട്ടുള്ള ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. 3 മാസത്തെ സ്കാനിങ്ങിന് ശേഷമാണ് കോട്ടപ്പറമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. സ്കാനിങ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്കാനിങ്ങും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്യാൻ പോകുന്നത് ക്രസൻറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് ആ ഹോസ്പിറ്റലായതുകൊണ്ട് അവിടേക്കാണ് പോകുന്നത്. റെഡ് ക്രസൻറ്റ് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 5ാം മാസത്തെ സ്കാനിങ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പം എല്ലാം നോർമലായിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് വെള്ളമൊന്നും കുടിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏട്ടനും ഡ്രൈവറും കത്തിയടിക്കുന്നത് കേട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. നല്ല രസമുള്ളൊരു ആകാശ കാഴ്ച അല്ലേ. എന്ത് ഭംഗിയാണ് കാണാൻ. ഫോണിലെടുക്കുമ്പോൾ അത്ര ഒരു എഫക്റ്റ് ഇല്ലെങ്കിലും നേരിട്ട് കണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. കാരണം എന്തോ ഒരു സ്പെഷ്യൽ മൂഡൊക്കെ കിട്ടി. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. ഇതാണ് ഹോസ്പിറ്റലിൽ. പക്ഷേ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫുൾ സൈഡിൽ പണികൾ നടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവിടുന്ന് നേരെ ലാബിലേക്ക് പോയി അവിടുന്ന് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. അവരാദ്യം ബ്ലഡ് കളക്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് യൂറിനും കളക്ട് ചെയ്തു. യൂറിൻ ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം 75 ഗ്രാമിൻ്റെ ഗ്ലൂക്കോസ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്ലൂക്കോസ് മേടിച്ച് അതും അവർക്ക് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് കലക്കി കുടിച്ച് ഞാൻ ഇരിക്കുകയാണ്. ആദ്യമൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നേ. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. സമയമൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് മൈൻഡ് ഇങ്ങനെ പരമാവധി ഡൈവേർട്ട് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. എനിക്ക് നന്നായിട്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഫേസ് കണ്ടിട്ട് അങ്ങനെ തോന്നില്ലെങ്കിലും ഏട്ടനോടൊക്കെ എന്തൊക്കെയോ സംസാരിച്ച് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ പണി നടക്കുന്ന ഭാഗമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണേ. 7:10 ഗ്ലൂക്കോസ് കുടിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി 8:10 ബ്ലഡ് എടുക്കാനുള്ളത്. ബട്ട് ഞാൻ അതവിടെ ബ്ലാക്ക് ആക്കിയതിന് കാരണം അവിടെ ഒരു ഛർദി നല്ല ഗംഭീരമായിട്ട് നടന്നു. ഗ്ലൂക്കോസ് ടെസ്റ്റ് അങ്ങനെ ഫ്ലോപ്പായിരിക്കുന്നു. അതിൻ്റെ നിരാശയിലൊക്കെ ഇങ്ങനെ വരികയാണേ. ഇനിയിപ്പം 3 ദിവസത്തിന് ശേഷം അല്ലാതെ ഗ്ലൂക്കോസ് ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇത് ശനിയാഴ്ച ദിവസമാണ്. ഇനി തിങ്കളാഴ്ചയാണ് എനിക്ക് ഡോക്ടറെ കാണിക്കാനുള്ളത്. അപ്പം അങ്ങനെ ഗ്ലൂക്കോസ് ടെസ്റ്റ് കംപ്ലീറ്റ് അല്ലാത്ത രീതിയിൽ കാണിക്കേണ്ടി വരും. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമല്ലോ. കാരണം എനിക്ക് സ്കാനിങ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും.
ഛർദ്ദിച്ച് ഹാങ് ഓവറിൽ ദോശ ഒട്ടും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. 2 ദോശ കഴിച്ചതേ ഓർമ്മയുള്ളൂ, അതും നേരെ ഛർദ്ദിച്ച് വിട്ടു കേട്ടോ. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ബ്ലാഡർ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ വെള്ളം കുടിച്ച് ഫില്ല് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് സ്കാനിങ് ചെയ്തു. ബേബീൻ്റെ പൊസിഷൻ മാറാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്യാനുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു പൊസിഷൻ മാറാൻ വേണ്ടിയിട്ട് തണുത്ത എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കുടിച്ചിക്കുകയാണെങ്കിൽ കുട്ടി മാറി കിടക്കും ചെറിയെന്നൊക്കെ ഉള്ളത്. അങ്ങനെ അത് ഞാനിവിടെ പരീക്ഷിച്ചു. ഞങ്ങളൊരു ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള കൂൾ ബാറിൽ വന്നു. 2 മുസംബി ജ്യൂസ് പറഞ്ഞു. പക്ഷേ എൻ്റെ ഫേസ് കണ്ടാൽ ഈ ഛർദിയൊന്നും കഴിഞ്ഞ ഒരു ലുക്ക് തോന്നുന്നില്ലാത്ത പോലെയാണ് എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. പക്ഷേ എല്ലാം കൂടി എന്തൊക്കെയോ ഒരു അവസ്ഥയിലാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ജ്യൂസ് കുടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി. അരമണിക്കൂർ കഴിയാനായിരുന്നു കേട്ടോ. നേരെ സ്കാനിങ് റൂമിൽ പോയി. അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് ഈ ജ്യൂസ് വീഡിയോയിൽ ഒതുക്കുകയാണ്. സ്കാനിങ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ടെസ്റ്റൊക്കെ നോർമലാണ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം, സമാധാനം. ടാക്സി വിളിച്ചു. ടാക്സി വരുന്ന വരെയുള്ള ടൈമിന് എനിക്ക് വിശപ്പ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒന്നും പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ തോന്നില്ലെങ്കിലും അവിടെ ചെന്നപ്പം ഒന്ന് പഴംപൊരി കഴിക്കാൻ തോന്നി. അങ്ങനെ ഒരു പഴംപൊരി പറഞ്ഞു, അതാണ് ഞാൻ കഴിക്കുന്നത്. ഏട്ടനൊരു ലൈമും കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. നേരെ ഫ്രഷായി കുറച്ച് ചോറ് കഴിച്ചു, പിന്നെ കിടന്നു കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പം എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റ് കുറച്ച് വെള്ളം കുടിക്കുകയാണ്. സാധാരണ ഞാൻ കുപ്പിയിലാണ് കുടിക്കുന്നത്, അതിലൊന്നും ആക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. ഇങ്ങനെ ഒരു വലിയ പാത്രത്തിലെടുത്ത് കുടിച്ചു. അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഹോസ്പിറ്റൽ ഡേ. പിന്നെ എൻ്റെ ഫേസ് കാണിച്ചത് കുരുവൊക്കെ നന്നായിട്ട് ഇപ്പോഴും ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പോകുമ്പോൾ പോട്ടെ അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. അപ്പോൾ എല്ലാവർക്കും ബൈ.